ഹലോ മക്കളെ, സോ LSS എക്സാം എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യണം അല്ലെ? കുറെ ലൈവുകളും അതേപോലെ വീഡിയോസും റെക്കോർഡഡ് വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കും അല്ലെ? പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് അറിവുകൾ ഇപ്പോ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി മലയാളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ എക്സാമുകളിലും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ, ആ രണ്ട് ചോദ്യങ്ങൾ എങ്ങനെ എഴുതാന്നുള്ളതാണ് അഞ്ജു മിസ് നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡി അല്ലേ? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് നിവേദനമാണ്. കഴിഞ്ഞ എക്സാമിനും അതിനു മുൻപിലത്തെ എക്സാമിനും ഒക്കെ നിവേദനം ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ. നിവേദനം ഒരു കത്ത് എഴുതുന്നത് പോലെ ഒരിക്കലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അതിന് കുറച്ച് പാറ്റേൺ ഉണ്ട്. നിവേദനം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? സോ റെഡി ആയിട്ടിരുന്നോളൂ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോ നിവേദനത്തിന് ഇവിടെ ഒരു വിഷയം തന്നിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം ഇതാണ്: നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ കൂടുതൽ പുസ്തകങ്ങൾ ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഹെഡ് മാസ്റ്റർക്ക് ഒരു നിവേദനം സമർപ്പിക്കുക. അപ്പൊ നിവേദനം ഒരു അപേക്ഷയാണ്. അതായത് നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അപേക്ഷ പോലെ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ നിവേദനം എഴുതുന്ന ആൾ നിങ്ങളാണ് അല്ലെ? നിങ്ങൾ ഓരോരുത്തരുമാണ് നിവേദനം എഴുതുന്നത്. ആർക്കാണ് എഴുതുന്നത്? നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് എഴുതുന്നത്. അപ്പൊ നിവേദനം എഴുതുന്ന ആൾ മക്കളാണ്, അത് സ്വീകരിക്കുന്ന ആൾ നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ്. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായല്ലോ? വിഷയം എന്താണ്? നിവേദനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങണം. ഇതാണ് നിവേദനത്തിന്റെ വിഷയം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ നിവേദനം എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം ഇതാണ്: പ്രേഷിതൻ. എന്താണ് പ്രേഷിതൻ? പ്രേഷിതൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മിസ് പറഞ്ഞു തരാം. പ്രേഷിതൻ ഇടതുവശത്ത് ഈ സൈഡിലായിട്ട് ഏറ്റവും ഇങ്ങേ അറ്റത്ത് ഏറ്റവും ഇടതുവശത്തായിട്ട് വേണം നിങ്ങൾ പ്രേഷിതൻ എഴുതാൻ. പ്രേഷിതൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണില്ല അല്ലെ? ആരാണ് നിവേദനം എഴുതുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രേഷിതൻ. ഇപ്പൊ അഞ്ജു മിസ് ആണ് എഴുതുന്നതെങ്കിൽ ഞാൻ എന്ത് എഴുതും? എന്റെ പേര് എഴുതും, അഞ്ജിത എന്ന് എഴുതും. ആൻഡ് സ്കൂളാണ് എഴുതേണ്ടല്ലേ? സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എഴുതേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് എഴുതുക, സ്കൂളിന്റെ പേര്. ആൻഡ് ആ സ്ഥലം എവിടെയാണോ അത് എഴുതാം അല്ലേ? ഇപ്പൊ മിസ് വെറുതെ മിസ്സിന്റെ സ്ഥലം എഴുതാമേ. അപ്പൊ നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ സ്കൂൾ എഴുതുക, നിങ്ങളുടെ സ്ഥലം എഴുതുക. ഇതാണ് പ്രേഷിതനെ കുറിച്ചുള്ള വിവരങ്ങൾ. എഴുതുന്ന ആൾ, നിവേദനം എഴുതുന്ന ആൾ, അതാണ് പ്രേഷിതൻ. ഇനി അത് സ്വീകരിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വീകർത്താവ്. നിങ്ങൾ ആർക്കാണോ നിവേദനം എഴുതുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വീകർത്താവ്. ഈ നിവേദനം സ്വീകരിക്കുന്ന ആള്. ഇവിടെ ആരാണ് നിവേദനം സ്വീകരിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ്. സോ ഹെഡ് മാസ്റ്റർ എന്ന് എഴുതാം. ഹെഡ് മാസ്റ്റർ സ്കൂള്, അതേ സ്കൂളാണല്ലേ? നമ്മൾ പഠിക്കുന്ന സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ്. സോ GHSS മല്ലപ്പള്ളി. ഞാൻ അങ്ങനെ തന്നെ എഴുതാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ പേരോ നിങ്ങളുടെ സ്കൂളിന്റെ പേര് തന്നെ എഴുതണമെന്നില്ല. ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്കൂളിന്റെ പേര് എഴുതുക, സ്ഥലം എഴുതുക. അപ്പൊ പ്രേഷിതനും സ്വീകർത്താവും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ആരാണോ എഴുതുന്നത് അതാണ് പ്രേഷിതൻ. മക്കളാണ് ഇപ്പോൾ ഈ കത്ത് അല്ലെങ്കിൽ നിവേദനം, ഈ അപേക്ഷ എഴുതുന്നത്. സോ നിങ്ങളാണ് പ്രേഷിതൻ. ഇനി സ്വീകരിക്കുന്നത് നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ്. മക്കളെ, ഈ ഒരു പാറ്റേൺ പ്രേഷിതൻ എന്നുള്ളതും സ്വീകർത്താവ് എന്നുള്ളതും നിങ്ങൾ കാണാതെ പഠിച്ചോളൂ. പക്ഷെ ആള് മാറും അല്ലെ? ഇപ്പൊ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർക്കാണ്. ചിലപ്പോ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനായിരിക്കും നിവേദനം സമർപ്പിക്കേണ്ടത്. അപ്പൊ സ്വീകർത്താവ് എന്നുള്ളത് മാറും. ആരാകും? ഹെഡ് മാസ്റ്റർക്ക് പകരം മക്കള് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് എഴുതണം. കാര്യം മനസ്സിലായോ? അപ്പൊ ഏതാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക്, വിഷയം എന്ന് നോക്കുക. ആർക്കാണോ നിവേദനം എഴുതണം എന്ന് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നിരിക്കുന്നത് അയാളായിരിക്കും സ്വീകർത്താവ്. അപ്പൊ പ്രേഷിതൻ, സ്വീകർത്താവ് എന്നുള്ളത് കാണാതെ പഠിച്ചോ. ഈ ആള് മാറും. ക്ലിയർ അല്ലേ? ചിലപ്പോ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും, ഹെഡ് മാസ്റ്റർ ആയിരിക്കും, കളക്ടർ, ജില്ലാ കളക്ടർ ആയിരിക്കും. അതൊക്കെ മാറും. ഇനി എഴുതേണ്ടത് അടുത്തത് വിഷയം. വിഷയം എഴുതണം കേട്ടോ. വിഷയം എഴുതിയിട്ട് രണ്ട് കുത്തിടണം. വിഷയം എന്താ? ഇവിടുത്തെ വിഷയം സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച്. അപ്പൊ മിസ് എഴുതുവാണ് സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച്. അപ്പോ നിങ്ങള് എന്ത് വിഷയമാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് നോക്കണം. ചോദ്യ പേപ്പറിൽ എന്ത് വിഷയമാണോ തന്നിരിക്കുന്നത് എന്ന് നോക്കുക. ആ വിഷയമാണ് എഴുതി വെക്കേണ്ടത്. ഇവിടെ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച്, അതാണ് ഇവിടുത്തെ വിഷയം അല്ലെ? പുസ്തകങ്ങളെ സംബന്ധിച്ച്. അപ്പൊ മിസ് ഇങ്ങനെ എഴുതുവാണ് സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച്.
ഓക്കെ, വിഷയം മനസ്സിലായല്ലോ. ഇതേ വിഷയമായിരിക്കില്ല തീർച്ചയായും എക്സാമിന് തരിക, വേറൊരു വിഷയമായിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ വരിക. ആ വിഷയം അതേപോലെ എടുത്തെഴുതുക. ക്ലിയർ അല്ലേ? വിഷയം എന്ന് കൊടുത്തിട്ട് വേണം എഴുതാൻ കേട്ടോ, വിഷയം എന്ന് കൊടുത്തിട്ട് എഴുതുക. അടുത്ത വരിയായിട്ട് എഴുതണം. അടുത്ത ലൈനില് സർ എന്നിടുക. എന്താണ്? സർ എന്നിട്ട് ഒരു കോമ ഇടുക. ഇനി മക്കൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. അതായത് സ്കൂൾ ലൈബ്രറിയിൽ പുസ്തകങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, അപ്പൊ സർ എന്ത് ചെയ്യണം? നോവലുകളും ചെറുകഥകളും കവിതകളും ഒക്കെ കുറേ പുസ്തകങ്ങള് സ്കൂൾ ലൈബ്രറിയിലേക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് എഴുതണം? വിഷയം എഴുതണം. ഓക്കെ, ആൻഡ് എല്ലാം എഴുതി കഴിഞ്ഞ് അവസാനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവസാനം എന്താ ചെയ്യേണ്ടത്? വിശ്വസ്തയോടെ, ഏറ്റവും താഴെ കേട്ടോ, എല്ലാം നിങ്ങൾക്ക് എഴുതേണ്ട എല്ലാ കാര്യവും എഴുതി കഴിഞ്ഞ താഴെ എഴുതണം വിശ്വസ്തയോടെ മക്കളുടെ പേര് എഴുതുക. ഇവിടെ കത്ത് എഴുതിയത് മിസ് അല്ലേ, അപ്പൊ മിസ് വിശ്വസ്തയോടെ മിസ്സിന്റെ പേര് എഴുതുക കേട്ടോ. വിശ്വസ്തയോടെ എല്ലാം എഴുതിയ ശേഷമേ എഴുതാവൂ മക്കളെ. വിശ്വസ്തയോടെ നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ ഒപ്പിടുക. ഓക്കെ, നിങ്ങളുടെ പേരെഴുതി നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, നിങ്ങളുടെ ഒപ്പിടുക. ആൻഡ് അതേപോലെ ഇടതുവശത്ത്, ഇത് വലതുവശത്താണ് മിസ് എഴുതിയിരിക്കുന്നത്, ഇടതുവശത്ത് എന്ത് ചെയ്യണം? സ്ഥലം എഴുതണം, അതേപോലെ തീയതി എഴുതണം. ക്ലിയറല്ലേ? ഇടതുവശത്ത് ഏറ്റവും ഇങ്ങേയറ്റത്ത്, പേപ്പറിന്റെ ഏറ്റവും ഇങ്ങേയറ്റത്ത് മക്കള് സ്ഥലവും ഇടണം, തീയതിയും ഇടണം. ഏറ്റവും അങ്ങേയറ്റത്തോ വിശ്വസ്തയോടെ എഴുതിയിട്ട് മക്കളുടെ പേരും അതേപോലെ ഒപ്പും ഇടണം. ഓക്കെ, ആൻഡ് ഒരു എക്സാമ്പിൾ മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, പ്രേഷിതൻ, അതേപോലെ സ്വീകർത്താവ്, വിഷയം എഴുതി സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച്. അതിനുശേഷം എന്തെഴുതി? സർ എന്നെഴുതി ഒരു കോമ ഇട്ട് അതിന്റെ താഴെ എന്തെഴുതുന്നു? ഞാൻ ഈ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ സ്കൂൾ വായനാശാല സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. അതിനാൽ തന്നെ വായനാശാലയിൽ പുസ്തകങ്ങളുടെ ലഭ്യതയിൽ അനുഭവിക്കുന്ന ദൗർലഭ്യത്തെ കുറിച്ച്, അതായത് കുറവിനെ കുറിച്ച് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ നിവേദനം സമർപ്പിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ മിസ് എഴുതിയിട്ടുണ്ട്. അവസാനം മേൽ പറഞ്ഞ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. സ്ഥലം എഴുതുക. സ്ഥലം എന്താ? സ്ഥലം നമുക്ക് മിസ്സിന്റെ സ്ഥലം മിസ് എഴുതുവാണേ, മല്ലപ്പള്ളി. ആൻഡ് ഇന്നത്തെ തീയതി ഇടുക. നിങ്ങൾ നിവേദനം സമർപ്പിക്കുന്ന എന്തോ ഒരു തീയതി, ആ തീയതി ഇടുക. ഓക്കെ, ആൻഡ് ഇവിടെ എന്ന് വിശ്വസ്തയോടെ നിങ്ങളുടെ പേരെഴുതി നിങ്ങളുടെ ഒപ്പിടുക. ഓക്കെ, ഈ കാര്യം മക്കളൊന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. പെട്ടെന്ന് ഈ ഒരു നിവേദനത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ഒരു നിവേദനം എഴുതുക. ഓക്കെ, അതേപോലെ എല്ലാ പരീക്ഷകളിലും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പത്രവാർത്ത. എങ്ങനെയാണ് ഒരു പത്രവാർത്ത എഴുതുക? ഒന്നെങ്കിൽ ഒരു പത്രവാർത്ത തന്നിട്ട് ആ പത്രവാർത്തയെ വിശകലനം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അതായത് അത് വായിച്ച് അതിലെ കാര്യങ്ങളൊക്കെ എഴുതാൻ. അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിലുള്ള സംഭാഷണം തന്നിട്ട് ഇതൊരു പത്രവാർത്തയാക്കൂ, അല്ലെങ്കിൽ എവിടെങ്കിലും നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് തരും, അതിനെ ഒരു പത്രവാർത്തയാക്കി എഴുതുക. അപ്പൊ പത്രവാർത്ത എഴുതുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അതിനൊരു തലക്കെട്ട് വേണം. ഓക്കെ, ഒരു തലക്കെട്ട്, ഒരു ഹെഡിങ്. നിങ്ങൾ പത്രവാർത്തകൾക്ക് ഹെഡിങ് കേട്ടിട്ടില്ല മക്കളെ? ഇപ്പൊ എന്താണ് നമുക്ക് എഴുതാം? കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം, അങ്ങനെയല്ലോ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ഇടയ്ക്ക് കടകളിൽ തീ പിടിച്ചല്ലേ? അപ്പൊ നമുക്ക് ഹെഡിങ് എന്ത് കൊടുക്കാം? കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഹെഡിങ് കൊടുത്തത് കേട്ടോ. വൻ നെഗറ്റീവാണ്, വൻ തീപിടുത്തം. ആൻഡ് അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് ഹെഡിങ് എഴുതി അതൊരു കോളത്തിൽ നിങ്ങൾക്ക് എഴുതാൻ നല്ല കളർഫുൾ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നല്ല കളർഫുൾ ആയിട്ട് ഇവിടെ വേണേ പടങ്ങളൊക്കെ, നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയാവുന്ന മക്കൾക്ക് നല്ല നല്ല ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ആൻഡ് സ്ഥലം എഴുതുക. സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ് സംഭവം നടന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ കോഴിക്കോട് എന്ന് എഴുതിയിട്ട് എന്തെഴുതുക? ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് എഴുതുക. അപ്പൊ ഇതിനെ കുറിച്ച് മിസ് ന്യൂസ് എഴുതാത്തത്, ഇതല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വിഷയം. വേറെ ഏതെങ്കിലും വിഷയത്തില് പത്രവാർത്ത എഴുതാനായിരിക്കും. അപ്പൊ ആദ്യം എന്താണ്? അതിനൊരു തലക്കെട്ട് വേണം. അതൊരു ബോക്സിലൊക്കെ മക്കൾക്ക് ഇടാം. നല്ല നല്ല പടങ്ങൾ, ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ആൻഡ് എന്നിട്ട് സ്ഥലത്തിന്റെ പേര് ഇതേപോലെ ഇടുക. എവിടെയാണോ നടക്കുന്നത്, ഈ സംഭവം നടക്കുന്നത്, ആ സ്ഥലത്തിന്റെ പേര് എഴുതുക. ആൻഡ് വിഷയം താഴെ എഴുതുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ?
യെസ്, അപ്പോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മക്കൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നിവേദനവും പത്രവാർത്തയും. ഇത് രണ്ടും പഠിക്കാതെ LSS എക്സാമിന് നിങ്ങൾ പോകാൻ നിൽക്കുകയേ ചെയ്യരുത്. ഓക്കെ, രണ്ടും നല്ല രീതിയിൽ പഠിക്കുക. ആൻഡ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ലൈവിന്റെ കാര്യം മറക്കരുത്. എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 7:30 മക്കൾക്ക് ലൈവ് ഉണ്ടായിരിക്കും. തീർച്ചയായും ലൈവ് കാണുക. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന അതേ കാര്യങ്ങളാണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുക. സോ എല്ലാം നന്നായി പഠിച്ച് മലയാളവും ഇംഗ്ലീഷും EVS ഒക്കെ നന്നായി പഠിച്ച് വളരെ നന്നായി എക്സാം എഴുതി നിങ്ങൾക്ക് LSS കിട്ടട്ടെ എന്ന് മിസ് ആശംസിക്കുകയാണ്. സോ മക്കൾക്ക് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാം. ആൻഡ് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് 7:30 ക്ലാസ് മറക്കരുത് മക്കളെ. നമുക്ക് ഇനിയും ഇതുപോലെ കുറേ വീഡിയോസുമായിട്ട് കാണാം. മക്കൾക്ക് ഏതൊക്കെ വിഷയത്തിലാണ് വീഡിയോസ് വേണ്ടതെന്നൊക്കെ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ആൻഡ് നമുക്ക് ഇനിയും വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്, ബൈ.